ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ് ഞാനും നിങ്ങളും. ആമേൻ. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ആമേൻ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടൈമിലാണ്. ഒന്നും സമയം മാറി നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്: ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും. ഇന്ന് അത് പഴയ നിയമമാണെങ്കിലും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ, വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ ഈ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ വാഗ്ദത്തത്തിന് നമ്മൾ യോഗ്യരായി തീർന്നു. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തക്ക സമയത്ത് കർത്താവ് ചെയ്യും. ഒന്നും ഡിലേ വരത്തില്ല. ഈ മഴയെന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? കർത്താവിൻ്റെ സമയത്തിൻ്റെയും കരുതലിൻ്റെയും ഫലപുഷ്ടിയുടെയും പ്രതീകമാണ്. വരൾച്ചയുള്ള കാലത്ത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മഴ ആവശ്യമായിട്ട് വരുന്നത്. വരൾച്ചയുള്ളിടത്ത്, വരണ്ടിരിക്കുന്നിടത്ത് മഴ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? മഴ അനുഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. മഴയില്ലാതിരിക്കുന്നതോ, ഭൂമി വരണ്ടിരിക്കുന്നതും ഉൽപാദനക്ഷമമില്ലാതിരിക്കുന്നതും ഒക്കെ നമ്മൾ തരിശായി കിടക്കുന്നതുമൊക്കെ കണ്ടാൽ അതെന്തിനെയാണ് കാണിക്കുന്നത്? അത് അനുഗ്രഹത്തെ അല്ല കാണിക്കുന്നത്. ദൈവം പറയുക, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ അയക്കും. എന്തിനാ? എവിടെയൊക്കെ നിങ്ങൾ തരിശായിട്ട് കിടക്കുന്നു, വരണ്ട് കിടക്കുന്നു, പാഴായിട്ട് കിടക്കുന്നു, അവിടെയൊക്കെ എന്തിനു വേണ്ടി? അവിടെയൊക്കെ അനുഗ്രഹം വിളയിക്കുവാൻ അല്ലെങ്കിൽ നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങാൻ പോവുകയാണ്. നിങ്ങളെ ഫലപുഷ്ടിയാക്കി തീർക്കുന്ന, സ്തോത്രം, നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന, തക്ക സമയത്ത് നിങ്ങളെ ഫലം കായ്ക്കുന്നവരാക്കി തീർക്കുന്ന ആ മഴ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുക. എവിടെയാ ഫലം കായ്ക്കാതിരിക്കുന്നത്? അത് ബിസിനസ്സിലാണോ, എഡ്യൂക്കേഷനിലാണോ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണോ? എവിടെയാണെങ്കിലും എവിടെ വരണ്ടിരിക്കുന്നു അത് കണ്ടെത്തിയിട്ട്, താവേ ഇവിടേക്ക് ഇന്ന് മഴ പെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മഴയെ ഞാൻ വെൽക്കം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക്. ഞാൻ ഈ വരണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് അങ്ങനെ മഴ പെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അത് മഴ കർത്താവ് അയക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ മഴയ്ക്കായിട്ട് പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, സ്തോത്രം പറയുക.